നമസ്കാരം. ചെമ്പ്, വെള്ളി ആഭരണങ്ങളിൽ തൂക്കത്തിൻ്റെ 10 മുതൽ 15% വരെ സ്വർണം പൂശി അത് സ്വർണ്ണാഭരണം എന്ന പ്രാഥമിക പരിശോധനയിൽ ധനകാര്യ സ്ഥാപനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് പണയം വെച്ച് 15 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിലെ 3 പേർ അറസ്റ്റിലായി. ആറ്റിങ്ങൽ ആലങ്കോട് വൃന്ദാവൻ ഫിനാൻസിയേഴ്സിൽ 2024 ജനുവരി മുതൽ 2024 ജൂലൈ വരെയുള്ള കാലയളവിൽ ഏകദേശം 50 പവനോളം സ്വർണം വ്യാജമായി നിർമ്മിച്ച ആധാർ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, ഉത്തരേന്ത്യക്കാരുടെ പേരിലെടുത്ത മൊബൈൽ കണക്ഷൻ എന്നിവ ഉപയോഗിച്ച് പണയം വെച്ച് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂർ ശാസ്തവട്ടം സിദ്ദിഖ്, കൊല്ലം ജില്ലയിൽ പരവൂർ പുത്തൻകുളം താടിയിൽ വീട്ടിൽ വിജി, ആറ്റിങ്ങൽ മങ്കാട്ടുമൂല ആതിര ഭവനിൽ അജിത്ത് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു സ്വദേശിയിൽ നിന്നാണ് ഇവർ സ്വർണം പൂശിയ വ്യാജ ആഭരണങ്ങൾ വാങ്ങി വന്നിരുന്നത്. ഹോൾമാർക്കും 916 മുദ്രയും പതിപ്പിച്ചിട്ടുള്ള ഈ ആഭരണങ്ങൾ സാധാരണ രീതിയിൽ പരിശോധിച്ചാൽ അത് വ്യാജമാണെന്ന് മനസ്സിലാവില്ല. വളരെ നല്ല രീതിയിൽ വേഷവിധാനം ചെയ്ത് കളവായ വിവരങ്ങൾ പറഞ്ഞ് സ്ത്രീകൾ മാനേജർമാരായി ഇരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഈ സംഘാംഗങ്ങൾ സാധാരണ ലക്ഷ്യം വയ്ക്കാറ്. ആലങ്കോടുള്ള വൃന്ദാവൻ ഫിനാൻസിന് പുറമെ മറ്റ് ചില ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രതികൾ പല പേരിൽ ഇത്തരം വ്യാജ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. പല പേരുകളിലും വിലാസങ്ങളിലുമുള്ള ആധാർ കാർഡിൻ്റെ സാമ്പിളുകളും മറ്റും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ പ്രതികൾ ഇത്തരത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസ് പറയുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. നല്ലോണം പോസ് ചെയ്യുന്നുണ്ട്. ആരും പറ്റില്ല, ഞാനും പറ്റതുണ്ട്. പൈസയൊക്കെ വരെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ അവിടെ ഫിനാൻസ് അവിടെ വരും. അടുത്തോടെ വരും. നാലെണ്ണം അവൻ വെച്ചിട്ടുണ്ട്.